ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷായിട്ടാണ്. ബേബി കോണും ഗ്രീൻ പീസും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കുറുമയാണിത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചുള്ള ഒരു കറിയാണിത്. നമുക്ക് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 3 ബേബി കോൺ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇത് കാണുന്ന പോലെ അല്ല കേട്ടോ. ഇത് നമ്മൾ തൊലി കളഞ്ഞു വരുമ്പോൾ ഇതൊട്ടും ഉണ്ടാവില്ല, വളരെ ചെറുതായിരിക്കും. ഇതിൻ്റെ തോട് ഒരുപാട് ലെയറുണ്ട്. ഇതുപോലെ പൊളിച്ച് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പുറമേയുള്ള തോട് കളഞ്ഞു വരുമ്പോൾ ഇതുപോലെ നാരുകളുള്ള കുറേ ഭാഗം ഉണ്ടാവും. അതെല്ലാം കളഞ്ഞെടുത്താൽ നമുക്കിത് കറി വെക്കാൻ പാകമായിട്ട് കിട്ടുള്ളൂ. നാര് പോലെ ഉള്ളതെല്ലാം നമ്മൾ ശരിക്കും കളയണം. അതിൻ്റെ ഞെട്ട് ഭാഗവും അടർത്തി കളയണം. ഇപ്പോൾ നമുക്ക് ഒരു ബേബി കോൺ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രേ ഉണ്ടാവുള്ളൂ. ഇതിലും കുറച്ചുകൂടി വലുതാണെങ്കിൽ നല്ലതല്ല, കുറച്ച് ഹാർഡായി പോവും. ഈ പാകത്തിലുള്ളതാണ് നല്ലത്. അപ്പോൾ നമുക്കിതെല്ലാം പൊളിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആ 3 തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞ ഭാഗം കണ്ടോ, ഒരു പാത്രം നിറയെ ഉണ്ട്. കണ്ടാൽ തോന്നില്ല ഇത്രയും ഭാഗം ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന്. അപ്പോൾ ബേബി കോൺ പൊളിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇത് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. സാധാരണ വെജിറ്റബിൾ കടകളിലും അതുപോലെ സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ ഈ ബേബി കോൺ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തൊന്ന് പുരട്ടി കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാവും. എന്നിട്ട് ഒന്ന് പുരട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം പാനിൽ കുറച്ച് എണ്ണ ചേർക്കാം. 1 ടീസ്പൂൺ എണ്ണ ചേർത്താൽ മതിയാകും. ഇതിലേക്ക് ഉപ്പും മഞ്ഞളും തേച്ച് വെച്ചിരിക്കുന്ന ബേബി കോൺ ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം വറ്റുന്നത് വരെ വേവിക്കാം. വെള്ളം വറ്റിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പാൻ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ചേർക്കാം. വെളിച്ചെണ്ണ ചേർക്കരുത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് പൊട്ടിക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ചൂടാക്കുക. ജീരകമൊക്കെ നല്ലതുപോലെ പൊട്ടുന്നത് വരെ ഫ്രൈ ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ ചൂടാവുന്ന മണം വരുന്നത് വരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യുക. ഇതിലേക്ക് 2 പച്ചമുളക് 2ആയി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഒന്ന് വാടുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാളയുടെ നിറമൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുത്തൊന്ന് കുക്ക് ചെയ്യാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസും ഉറപ്പുവരുത്തുക. ഇപ്പോൾ സവാളയുടെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്ത് ഫ്രൈ ചെയ്യാം. 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. മീഡിയം ഹീറ്റിൽ നല്ലതുപോലെ തിളപ്പിച്ച് വെള്ളമൊക്കെ വറ്റുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഇനി ഗ്രേവിക്ക് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മൂടി വെച്ച് 2-3 മിനിറ്റ് തിളപ്പിക്കുക. ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകുന്നത് വരെ തിളപ്പിക്കുക. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ലതുപോലെ തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബേബി കോൺ ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കാം.
ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് അളവിലാണ് എടുത്തിരിക്കുന്നത്. ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും, അധികം വേവൊന്നുമില്ല. ഇതൊന്ന് തിളക്കുമ്പോൾ തന്നെ നല്ലതുപോലെ സോഫ്റ്റായി കിട്ടും. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ കസൂരി മേത്തി റോസ്റ്റ് ചെയ്ത് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഇനി 1/2 ടീസ്പൂൺ നാരങ്ങാനീര് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഗരം മസാലയാണ്. 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അവസാനമായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് കോറിയാണ്ടർ ലീവ്സ് ആണ്. അത് 1/2 കപ്പോളം ചേർക്കുക. ഞാനിതിൽ അത് ചേർക്കുന്നത് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഈ സമയത്ത് 1/2 കപ്പ് കോറിയാണ്ടർ ലീവ്സും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കിയിട്ട് പോരാത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ബേബി കോൺ ഗ്രീൻ പീസ് കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു കുറുമയാണ്. ചപ്പാത്തിക്കും ചോറിനും വളരെ നല്ലതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.